ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുറം മെഴുകുന്നതെന്നുള്ളതാണ് വീഡിയോ. ഓക്കെ, അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാനൊരു പുതിയ മുറം അന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഇപ്പോഴാണ് എനിക്കതൊന്ന് മെഴുകാനുള്ള ടൈം കിട്ടിയത്. കാരണം ചാണകം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുറച്ച് ചാണകം എടുക്കുക. നമ്മൾ ചാണകം എടുത്ത് കുറച്ച് വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ആദ്യം കൈവച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ, പക്ഷേ ചാണകത്തിൻ്റെ അടുത്ത് പോയപ്പോഴത്തേനും ടുട്ടു ഭയങ്കര അയ്യോ നാറിയിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കും എന്തോ പോലെ ആയിപ്പോയി. അതിലൊരു പുഴുവിനെ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്ക് അടിച്ചു. അപ്പോൾ പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അങ്ങ് ചെയ്തു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് തേക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചാണകം കിട്ടാൻ സമയത്ത് ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പറും ഉലുവയും കൂടെ കുതിർത്ത് വെച്ചു. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചു. എന്നിട്ട് അത് വെച്ച് ഫുൾ മെഴുകി മുറം. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അതെൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. ചാണകം പിന്നെ മെല്ലെ കിട്ടിയത്. ചാണകമൊന്നും കിട്ടാനില്ല ഇവിടെ നിന്ന്. ഇപ്പോൾ ആരും പശുവിനെ ഒന്നും വളർത്തലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവസാനം ഒന്ന് കിട്ടിയപ്പോൾ ലേഡിയുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് തേക്കുക. കുറച്ച് വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് എവിടെയും ഒരു എന്താ പറയുക കളയാതെ എല്ലാ ഭാഗവും നന്നായിട്ട് തേക്കുക. അപ്പോൾ എന്തിനാണ് നമ്മൾ തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരമ്പ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അത് പൊട്ടിപ്പോവും, സ്ട്രോങ് അല്ല, മടങ്ങുമ്പോഴത്തേനും പൊട്ടും എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മളിങ്ങനെ ഒരു കോട്ടിങ് പോലെ ഇങ്ങനെ മുകളിൽ കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. സോ നമ്മൾ അരി ചേറുമ്പോഴും എല്ലാം അതിൻ്റെ അകത്ത് പോകും, പെട്ടെന്ന് പൊട്ടും. അത് കാരണം അത് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒത്തിരി കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാണകം മെഴുകുന്നത്. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് മെഴുകുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ആ ചാണകമൊക്കെ പോവും. അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ചാണകം എടുത്ത് ഇതുപോലെ മെഴുകി മെഴുകി സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കാലം ഇത് നിൽക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മുറമൊക്കെ എനിക്കറിയാം, ഒരുവിധം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പുതിയ നമുക്കൊക്കെയാണ് കുറച്ചൊരു ഇതൊക്കെ കിട്ടാനും, നമ്മളിതൊന്നും യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് ഒരുവിധം ആരുടെ കയ്യിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഞാനങ്ങ് വാങ്ങിച്ചതായിരുന്നു. അത്യാവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പ്ലാസ്റ്റിക് എല്ലാം മാക്സിമം ഞാൻ ഒഴിവാക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ മുറം ഉണ്ടായിരുന്നു, പിന്നെ എനിക്കത് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാനതങ്ങ് മാറ്റി ഇത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങുകയല്ല, ഉണക്കണം. ഓക്കെ, നന്നായിട്ട് ഉണക്കി എടുക്കുക. അത്രയുള്ള നല്ല സ്ട്രോങ് ആയിരിക്കും മുറം. അതുപോലെ തന്നെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊടിയെല്ലാം പോകും. ഇത് ഉണങ്ങിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാനത് വൈകുന്നേരം ആണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് കളർ ഒരുമാതിരി ഇരിക്കുന്നത്. നന്നായിട്ട് സ്ട്രോങ് ആയി കിട്ടും. നല്ല സ്ട്രോങ്, നല്ല ബലമായിട്ടുണ്ട്. ആദ്യം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാവും. ഇങ്ങനെ ഓരോ ഭാഗം വളച്ച് വളച്ച് കെട്ടിയിരിക്കില്ല, അങ്ങനെ പൊട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരിക്കും. നല്ല സ്ട്രോങ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് മുറം മെഴുകി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു, യൂസ്ഫുൾ ആയി കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.